ഇറ്റ്സ് മീ ശ്വേതാപ്പി. ഇത് സണ്ടക്ഫു ട്രെക്കിന്റെ രണ്ടാമത്തെ ദിവസമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിലിഗുരിയിൽ നിന്ന് സെപ്പിയിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് പിന്നെ അടുത്ത ദിവസം സമാന്തനിലേക്ക് ട്രെക്ക് ചെയ്യുന്നതും ഒക്കെയാണ് കേട്ടോ കാണിച്ചേ. ഈ സമാന്തൻ വില്ലേജ് വളരെ കുറച്ച് വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണേ. അവിടെയാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്, ഫലൂട്ട്. അവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് വാമപ്പൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിച്ചു. നല്ല പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത ചോളമാണ് ഉണക്കാനായി തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ സമാന്തനിൽ നിന്ന് ഒരു 8:30 നമ്മുടെ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ഈ ട്രെക്ക് മൊത്തം 15 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. അതിൽ ആദ്യത്തെ 1 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. ഈ കാണുന്ന ഗോർക്കി കോള സ്ട്രീം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 14 കിലോമീറ്റർ ഫുള്ള് കയറ്റം മാത്രമാണ് കേട്ടോ. താഴെ നോക്കി നടക്കണേ. അങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ ഗോർക്കി വില്ലേജിലൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ചു നേരം കൊണ്ട് തന്നെ വില്ലേജിൽ നിന്ന് നമ്മൾ നല്ല ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ബാഗ് മാക്സിമം ലൈറ്റ് വെയിറ്റ് ആക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ ദിവസം ഫുള്ള് കയറ്റമാണേ, കയറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ടീം കുറച്ച് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ നടന്നു തുടങ്ങി. സൈഡിലൊക്കെ നിറയെ ചെറിയ ബാംബു ചെടികളാണ് കേട്ടോ. റെഡ് പാൻഡ സൈറ്റിങ്സിന് നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം അവരുടെ ഫേവറേറ്റ് ഫുഡാണ് ഈ ബാംബു ഇലകൾ. ഇന്നത്തെ ട്രെക്കിൽ ഈ ഒരു വാട്ടർ സോഴ്സ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് 2 ബോട്ടിലെങ്കിലും കയ്യിൽ കരുതണം കേട്ടോ. ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ച ഈ ബോട്ടിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ ചൂടുവെള്ളം കിട്ടുമ്പോൾ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലാസ്കും. അങ്ങനെ നടന്ന് ഒരു 1:30 മണിയായപ്പോഴേക്കും നമ്മുടെ ലഞ്ച് പോയിന്റിലെത്തി. ബാംബൂസും മറ്റു മരത്തടികളും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ടീ ഹൗസിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ. വെജ് താലി മീൽസ് ആണ് ഇവരിന്ന് ഉണ്ടാക്കി തന്നത്. ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ ക്ലൈമറ്റ് ആകെ മാറി. വെയിലെല്ലാം പോയി തണുപ്പും കോടയും വരാൻ തുടങ്ങി. ഇനി അധികം നേരം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നല്ല തണുപ്പായി തുടങ്ങിയപ്പോ വീണ്ടും നടന്നു തുടങ്ങി ഞങ്ങള്. കുറച്ചൊന്ന് നടന്നു നീങ്ങിയപ്പോ ഈ കോടൊക്കെ മാറി വെയിൽ വന്നു. അപ്പോഴാണത് ആ കാഞ്ചൻജംഗ ഇത്ര അടുത്ത് കാണാൻ പറ്റിയത്. അങ്ങനെ സൺസെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചു ദൂരം കൂടിയുണ്ട് ഫലൂട്ട് ക്യാമ്പ് സൈറ്റ് എത്താനായിട്ട്. ഈ ക്ലൗഡ് ബെഡ് കാണുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കടൽ പോലെ തോന്നും. നമ്മളിതാ ഇന്നത്തെ ക്യാമ്പ് സൈറ്റായ ഫലൂട്ട് എത്തി. ഇന്ന് നമ്മൾ 7700 അടി ഉയരത്തിൽ നിന്നും 11,500 അടി ഉയരത്തിലേക്കാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ സൺസെറ്റ് കാണാൻ അതിമനോഹരമാണ് കേട്ടോ. അവസാനത്തെ കുറച്ച് നിമിഷങ്ങളെ കാണാൻ പറ്റിയുള്ളെങ്കിലും അതങ്ങ് ശരിക്കും ആസ്വദിച്ചു. ഇന്നലെ നേരത്തെ കിടന്നു എല്ലാവരും. രാവിലെ 5:30 ആയപ്പോഴേക്കും എഴുന്നേറ്റ് നമ്മൾ സൺറൈസ് കാണാൻ ട്രെക്ക് ചെയ്തു. നമ്മുടെ ക്യാമ്പിൽ നിന്ന് 1 കിലോമീറ്റർ ട്രെക്ക് ചെയ്താലാണ് ഈ കാണുന്ന മലമുകളിൽ നമുക്ക് എത്താൻ പറ്റുക. ഇതാണ് ഫലൂട്ട്. വെസ്റ്റ് ബംഗാളിലെ 2ാമത്തെ ഉയരം കൂടിയ മലനിരയാണ് ഈ ഫലൂട്ട്. 11,811 അടി ഉയരമുണ്ട് ഈ ഫലൂട്ട് പീക്കിന്. ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല കിടിലൻ വ്യൂ ആണേ.
കാറ്റാട്ടോ. ഇവിടെ ഇത്ര നേരം എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്ന വ്യൂ കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭംഗിയല്ലേ സൺറൈസ്, സണ്ണ് വരുന്നൊക്കെ. ദാ ക്ലൗഡ് ബഡ്സ് പരന്നു കിടക്കുന്നത് നോക്കി. ഇന്നലെ വൈകിട്ട് നമുക്ക് ക്ലൗഡ് ബഡ്സ് കാണാൻ പറ്റി. നല്ല ക്ലൈമറ്റ് ആയിരുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല വ്യൂ കിട്ടിയത്. എന്ത് ഭംഗിയാ നോക്കി സൺറൈസ് കാണാനായിട്ട്. ഇവിടെ ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്നു. ദാ ഇവിടെ നിന്ന് അങ്ങ് നോക്കുമ്പോൾ കാണുന്നത് മൗണ്ട് എവറസ്റ്റ് ആണേ. എവറസ്റ്റ് മാത്രമല്ല, ലോട്ട്സേയും മക്കാലും ഒക്കെ ദാ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന മൗണ്ടെയിൻസ് എല്ലാം വ്യക്തമായി നമ്മുടെ ലീഡർ നമുക്ക് പറഞ്ഞു തരുവാണ്. ഈ സൗണ്ട് കേട്ടോ നിങ്ങള്? നല്ല കാറ്റാണ് ഇവിടെ, അതും നോൺ സ്റ്റോപ്പായിട്ട് കാറ്റുണ്ട്. കാറ്റ് ശക്തമായിട്ട് വീശുന്നത് കൊണ്ട് തന്നെ തണുപ്പ് ഇരട്ടിയായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നല്ലൊരു സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ദാ തിരിച്ചിറങ്ങുവാണ്. എത്തിയ ഉടനെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ദാ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇപ്പൊ ഒരു 8:30 മണിയായിട്ടുണ്ട്. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇത് 3-ാമത്തെ ദിവസമാണേ. ഇന്നീ ഫലൂട്ട് ക്യാമ്പ് സൈറ്റിൽ നിന്ന് തൊക്കും വാലിയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട്. ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ട്രക്കിലുള്ളത്. അതുകൊണ്ട് ഇന്നലത്തെ ട്രക്കിന്റെ അത്രയും ബുദ്ധിമുട്ട് ഇന്നുണ്ടാവില്ല. പക്ഷെ ഇത്രയും ഉയരത്തിലായതുകൊണ്ട് മരങ്ങളില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. ഞാൻ മിനിമലിസ്റ്റ് SPF 50 സൺസ്ക്രീൻ ആണേ എല്ലാ ട്രക്കിലും യൂസ് ചെയ്യാറ്. നല്ല വെയിലുണ്ടേ, വെയിലൊക്കെ തണുപ്പുണ്ട്. നടന്ന് കുറച്ചു നേരം ഒന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തണുക്കാൻ തുടങ്ങും. വെയിൽ കാരണം നമ്മൾ സൺഗ്ലാസസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൺഗ്ലാസസ് ഡെക്കാത്തലിൽ നിന്ന് വാങ്ങിയതാണ്. കാറ്റഗറി 3 സൺഗ്ലാസ് ആണത്. നല്ലതാ, ഒട്ടും തന്നെ ലൈറ്റ് കണ്ണടിക്കുന്നില്ല. നല്ല വെയിലുണ്ടെങ്കിലും ഈ പരിസരത്ത് പലയിടത്തും ഇതുപോലെ ഫ്രോസ്റ്റ് കാണാൻ പറ്റും. അതിനർത്ഥം ബിലോ ഫ്രീസിംഗ് ടെമ്പറേച്ചർ ആണ് ഇവിടെ. ഇതുപോലെ കോടൊക്കെ വന്ന് നിറയുമ്പോൾ ഈ സ്ഥലം കാണാൻ പ്രത്യേക ഭംഗിയാണേ. ഇടയ്ക്ക് എനർജി ബ്ലാസ്റ്റ് എടുക്കുന്നത് നല്ലതാട്ടോ. അതുകൂടാതെ ORS. ഇത് യോഗ ബാറിന്റെ എനർജി ബാറാണേ. നമ്മുടെ ലഞ്ച് പോയിന്റ് എത്തിയിട്ടോ, ഇതാ കാണുന്നതാണേ. ഇനി അവിടെ കുറച്ചു നേരം ലഞ്ചൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ട്രക്കിംഗ് ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് പോയിന്റ് സബർഗ്രാം എന്ന സ്ഥലത്താണ്. സബർഗ്രാമിലുള്ള ഈ മോളി ക്യാമ്പിൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നടന്നു തുടങ്ങി. ഈ സ്റ്റോൺ കണ്ടോ? ഞാൻ നിൽക്കുന്നതിന്റെ ഈ ഭാഗം ഇന്ത്യ, ആൻഡ് ദിസ് ഇസ് നേപ്പാൾ. ഇന്ത്യ ആൻഡ് നേപ്പാൾ. Okay, I'm taking a round. ഇന്ത്യയുടെ നേപ്പാളിന്റെ അവിടെ നിന്ന് ഞാൻ റൗണ്ട് എടുക്കുക. ഇൻഡോ നേപ്പാൾ ബോർഡർ ഈ സ്ഥലത്തായതുകൊണ്ട് തന്നെ പോകുന്ന വഴി നമ്മൾ ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ കയറി ഇറങ്ങിയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ പലയിടത്തും ബോർഡർ സ്റ്റോൺസ് കാണാൻ പറ്റും. അതിലെല്ലാം നേപ്പാൾ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന തൊക്കും വാലി എവിടെയാന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ആ മലയുടെ അപ്പുറമാണേ.
വഴി 1-2 ടീ ഹൗസസ് കണ്ടു ഇതുപോലെ. അങ്ങനെ ഒരു ടീ ഹൗസിൽ കണ്ട കാഴ്ചയാണിത്. ഇത് ഫുള്ള് ഈ യാക്കിന്റെ ചീസാണ് കേട്ടോ. ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കും ഇവിടെ നിറയെ. ഇവിടെയൊക്കെ കുറെ യാക്കുകളെ കാണാം. ഈ യാക്കിന്റെ പാല് കൊണ്ടുണ്ടാക്കിയ ചീസാണ് ഈ കാണുന്നത്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതൊരു ചെറിയ പീസ് മാത്രം കഴിക്കുമ്പോൾ തന്നെ ഈ മലകളിലൂടെയൊക്കെ ഒരുപാട് ദൂരം ഇനിയും നടക്കാനുള്ള എനർജി നമുക്ക് കിട്ടും. ഇത് കഴിഞ്ഞ് അടുത്ത ടീ ഹൗസിലെത്തിയപ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളും പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഇരിക്കുമായിരുന്നു. ഞാൻ ഈ ട്രക്കിലെ ഏറ്റവും അധികം ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടത്തെ ആളുകൾ മ്യൂസിക്കിന് എത്രത്തോളം വാല്യൂ അവരുടെ ലൈഫിന് കൊടുക്കുന്നുണ്ട് എന്നതാണ്. എനിക്കും അവരുടെ ഒപ്പം പാടാനും അവരുടെ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്യാനും ഒക്കെ അവസരം കിട്ടി. ഇതെല്ലാം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ എല്ലാവർക്കും സാധിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചു. പിന്നെ ഒരു കാര്യം, നമ്മൾ കുറച്ചു നേരമായിട്ട് നേപ്പാൾ ബോർഡറിന്റെ അകത്താണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ 15 കിലോമീറ്റർ ട്രക്ക് ദാ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നേപ്പാളിലെ തൊക്കും വാലിയിലുള്ള ടീ ഹൗസിൽ നമ്മൾ എത്തി. ഇന്നിവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ യാത്ര തുടരും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.